മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡലികൾ കഴിച്ചാൽ ക്യാൻസറോ? ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ഇഡലികൾ ക്യാൻസറിന് കാരണമാകുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഭക്ഷണ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഭാത ഭക്ഷണമാണ് ഇഡലി, സാമ്പാർ അഥവാ ഇഡ്ഡലിയും ചമ്മന്തിയും. മിക്കവാറും തെക്കേ ഇന്ത്യയിലാണ് മിക്കവാറും ജനങ്ങൾ ഇത് കഴിക്കാറുള്ളത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. എന്നാൽ ഇപ്പോൾ സൗത്ത് എന്നോ നോർത്ത് എന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്ത് എല്ലായിടങ്ങളിലും റെസ്റ്റോറൻറ്റിലും ഇഡ്ഡലി സുലഭമായി കിട്ടാറുണ്ട്. എന്തിനേറെ വിദേശ രാജ്യങ്ങളിൽ പോലും പോയാൽ നമുക്ക് ഇഡ്ഡലി കഴിക്കാൻ കിട്ടാറുണ്ട്. മുൻപൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് മിക്കവാറും സാധാ ഇഡ്ഡലി തട്ടുകൾ വൃത്തിയുള്ള കോട്ടൺ തുണികൾ നനച്ച് അതിൽ ഇഡ്ഡലി ആവിയിൽ വെച്ചാണ്. ഇത്തരത്തിലുള്ള ഇഡലികൾ കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ ഒരു അസുഖങ്ങളും വരാറുമില്ല. എന്നാൽ ഇപ്പോൾ ചില ഇഡലികളിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കർണാടക സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ ഇഡലികൾ ഉണ്ടാക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കർശനമായ നടപടിയെടുത്തിരിക്കുന്നത്. കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ 52 ഹോട്ടലുകൾ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ഇഡലി തയ്യാറാക്കിയതായും കണ്ടെത്തുകയും ഇവർക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യപരമായ ഇത്തരത്തിലുള്ള പ്രഭാത ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അനാരോഗ്യപരമായി മാറ്റുന്നതിൽ തീർത്തും കർശനമായ നടപടികളുമായിട്ടാണ് കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത്. കർണാടകയിലുള്ള ഭക്ഷണശാലകളിലെ 500-ലധികം ഇഡലി സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇതിൽ 35 ഇഡലികളിൽ അർബുദത്തിന് കാരണമായേക്കാവുന്ന രാസവസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ക്യാൻസറിന് കാരണമായേക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം നിരോധിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. കോട്ടൺ തുണികൾക്ക് പകരം ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇഡലി വേവുന്ന അത്രയും സമയം ഷീറ്റുകളും ചൂടാവുകയും അവ വിഘടിച്ച് ഹാനികരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കെമിക്കലുകൾ രൂപപ്പെടുന്നത് വഴി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും ഇതേക്കുറിച്ച് ഭക്ഷണശാലകൾക്കും ബോധവൽക്കരണങ്ങൾ നൽകുന്നതിനുള്ള ക്യാമ്പയിനും മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുന്നവർക്കെതിരെ കർശനവും കടുത്തതുമായ ശിക്ഷാ നടപടികൾക്കെതിരെ ഇവർക്ക് തക്കതായ ശിക്ഷകൾ നൽകുമെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കി. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.